ശ്രീ ബി എൻ അസ്കർ, ഇവിടെ ഈ പറയുന്ന PRDയുടെ ഈ വാർത്താക്കുറിപ്പ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇല്ലല്ലോ, വാർത്താക്കുറിപ്പിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു. എന്താണ് ശുപാർശ എന്ന് നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ടിക്കോവുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പനയും. എന്താണ് ഈ പിന്മാറ്റ നയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യം അറിയോ? ആർക്കും അറിയില്ല. ടിക്കോമിന് നൽകണം നഷ്ടപരിഹാരത്തുക കണക്കാക്കുന്നത് ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്ററെ നിയോഗിക്കും. ഈ കരാർ പ്രകാരം എന്താണ്, ടിക്കോമാണ് കുറ്റക്കാരെങ്കിൽ ടിക്കോമിൽ നിന്നും ഉള്ള പൈസ മൊത്തം ഈടാക്കി അവരെ പറഞ്ഞു വിടാനുള്ള വകുപ്പുണ്ടെന്നിരിക്കെ എന്തിനാണ് ടിക്കോമിന് അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ അവ്യക്തത എന്തിനാണ്? ഈ ഒളിച്ചുവെക്കൽ എന്തിനാണ്? എന്താണ് ഈ സർക്കാരിൻ്റെ കള്ളക്കളി ഈ വിഷയത്തിൽ? ശ്രീ ഹസ്കർ. ഹഷ്മി, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ച ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി. സ്വാഭാവികമായും ആ പദ്ധതി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ 2007 കരാറുണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായി തുടർന്നു വന്നിട്ടുള്ള VS ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് 2011 വളരെ ശക്തമായി എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാവുന്നതാണ്. ഈ ടികോമിന്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള ദുബായ് ഹോർഡിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം താല്പര്യമുള്ളവരും റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു പ്രബലമായിട്ടുള്ള കമ്പനിയായിരുന്നു. സ്വാഭാവികമായും ആ താല്പര്യങ്ങൾ മുൻനിർത്തി കൊച്ചിയിൽ അവർ കേരള സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടപ്പോൾ ആ കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന് ദോഷകരമാണെന്നിരിക്കെ 2011 VSന്റെ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇപ്പോൾ പറയുന്ന 7221 ക്ലോസ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കേരളത്തിന് വരുന്ന നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരാർ ചെയ്തിട്ടുള്ളത്. കരാറിൽ നിരവധി ഭേദഗതികൾ വരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കരാറിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത്തരത്തിലാണ്. 10 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി 88,000 ചതുരശ്ര സ്ക്വയർ മീറ്റർ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അതിന്റെ 70% IT മേഖലയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്ന കർശന വ്യവസ്ഥ വെച്ചത് VS സർക്കാരിന്റെ കാലത്താണ്. അതിനുശേഷം വന്നിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ച് പിന്നീട് വന്നിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് പാളിച്ച വന്നിട്ടുണ്ട്. ഓരോ വർഷവും ഇത്ര ശതമാനത്തോളം കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് അക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വരും. പദ്ധതിയുടെ ആദ്യ നീക്കം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സാഹിബ് താങ്കൾ പറഞ്ഞ അതിനുശേഷം വന്ന സർക്കാർ 2016 ഫെബ്രുവരി 19 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ലൈറ്റ് ടവർ നിർമ്മിച്ചു. അത് ഇടതുപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. അങ്ങനെ അറിയുമോ അത് ശ്രീ ബി എൻ അസ്കർ? അല്ല, നിശ്ചയം അത് ഓർക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. അതിൽ ആ പദ്ധതിയെ ആ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പണി കഴിക്കുന്നതിന് മുമ്പ് 2016 ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ബഹിഷ്കരണമൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അതിനെ തുടർന്ന് നടന്നിട്ടുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ടികോമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നിർമ്മാണ പ്രവൃത്തികളായി മുന്നോട്ട് പോകുന്നില്ല. 246 ഏക്കർ സ്ഥലം അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ബോധ്യമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ടികോം നൽകിയിട്ടുള്ള ഒരു കത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ചർച്ച, ഒരു വിദഗ്ധ സമിതിയെ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഇപ്പോ ആ പദ്ധതി. നമ്മുടെ ചോദ്യം അതല്ല ഹസ്കർ, നമ്മുടെ ചോദ്യം അതല്ല. ഇപ്പൊ നമ്മുടെ ചോദ്യം, നമ്മുടെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷാ ഗോപുരമായി കൊണ്ടുവന്നൊരു പദ്ധതി, അവർ നമ്മളെ വഞ്ചിച്ചു, അവരൊരു പണിയും എടുക്കാതെ, അല്ലെങ്കിൽ അവർ IT കമ്പനിയല്ല, ഇനി അവർ വല്ല റിയൽ എസ്റ്റേറ്റ് കമ്പനിയോ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തോടെ വന്നത് നടപ്പാക്കാതെ അവർ ഉഴപ്പിക്കളിച്ചു. അവരെ പുറംകാലടിച്ച് പുറത്താക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉറപ്പായുമുണ്ട്. അങ്ങനെ ചെയ്യുകയും വേണം. എന്നിട്ട് അടുത്ത കൊള്ളാവുന്ന ആരെങ്കിലും ആ ഭൂമി ഏൽപ്പിക്കുക. ഇപ്പോൾ 100 കണക്കിന് കമ്പനികൾ ക്യൂതിക്കാമെന്ന് മന്ത്രി P. രാജീവന് പറയാണല്ലോ. അങ്ങനെ പുറംകാലിനടിച്ച് പുറത്താക്കുന്ന കൂട്ടത്തിൽ ഒരു കിഴി പണം ഇന്നാ നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് കൊടുക്കുന്നത് ആരുടെ താല്പര്യമാണ്? ശ്രീ ബി എൻ അസ്കർ, ഇവിടെ വലിയ സാമ്പത്തിക മാന്ദ്യ കാലത്ത് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പിരിക്കുന്ന പണമാണല്ലോ അങ്ങോട്ട് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം എന്നുണ്ട്. അതെന്തിനാണെന്നേ? സാക്ഷാൽ VS തന്നെ എഴുതി വെച്ചിരിക്കുന്ന കരാറിൽ വളരെ ഭംഗിയായി ടികോമാണ് ഇങ്ങോട്ടേക്ക് പണം തരേണ്ടത്, അവരുടെ കുറ്റമാണെങ്കിൽ എന്ന് വളരെ വ്യക്തമായി നിൽക്കെ എന്തിനാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള? ഇപ്പം മന്ത്രിസഭാ യോഗ തീരുമാനം എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായി തീരുമാനിച്ചിട്ടാണേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനാണ് എന്ന കാര്യം. ഹഷ്മി, ഏതൊരു കരാറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അതിലൊരു ആർബിട്രേഷൻ ആൻഡ് കോൺസിലേഷൻ വ്യവസ്ഥകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിൽ കരാറിലെ രണ്ട് കക്ഷികൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ
ഒരു ആർബിട്രേറ്റർ നിശ്ചയിക്കണമെന്നും ആ ആർബിട്രേറ്ററുടെ നിശ്ചയം രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് ഉറപ്പിച്ചെടുക്കുന്ന ആർബിട്രേറ്റർ ഇല്ല ഞാൻ ചോദിക്കുന്നതല്ല ശ്രീ ബി എൻ ഹസ്കർ, ഞാൻ ചോദിക്കുന്നതല്ല ഹസ്കർ. ഇവിടെ സർക്കാർ തന്നെ പറയുന്നുണ്ട്, ടീകോം ഇങ്ങോട്ട് ഒന്ന് പറയാണ്, ഞങ്ങൾ പോവാണ് എന്ന് പറയാണ്. ഇത്രയും വർഷങ്ങളിൽ ഒരു ചുക്കും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ, എന്നാ ഈ പറയുന്ന 8 വർഷങ്ങളിൽ സർക്കാർ വല്ല മോണിറ്റർ നടത്തിയോ? ഒന്നും നടത്തിയിട്ടില്ല. വല്ല നോട്ടീസ് കൊടുത്തോ? ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇതുവരെ നോട്ടീസ് കൊടുത്തെങ്കിൽ സർക്കാർ പറയട്ടെ. സർക്കാരിന്റെ വീഴ്ച ഓക്കെ, സർക്കാരിന്റെ വീഴ്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ടീകോം അവരേറ്റെടുത്ത് ഒരു പണിയും ചെയ്യാത്ത കാരണം അവർ ഞങ്ങൾ ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ നഷ്ടപരിഹാരം കൊണ്ടുപോകും എന്ന് സർക്കാർ പറയുന്നത് എന്തിനാ? കരാറിൽ അങ്ങനെ വേണ്ട എന്ന് കൃത്യമായി എഴുതി വെക്കുമ്പോൾ. അല്ല ഹഷ്മി, ഇതിനകത്ത് ഒരു ഇന്റർനാഷണൽ കരാറുകളെ സംബന്ധിച്ച് കോൺട്രാക്ടുകളിലെ ആ കോൺട്രാക്ടിന്റെ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമായി മാത്രമേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റൂ. അല്ല സാർ, കരാർ കൃത്യമുണ്ട്. വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും അല്ല ബി എൻ എസ് കരാർ താങ്കൾ ഈ പറയുന്ന ആംബിഗ്വിറ്റി ഉണ്ടാക്കാൻ, കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ അങ്ങനെ അയച്ചുതരാം, ആ കരാർ ഞാൻ അയച്ചുതരാം. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഈ പറയുന്ന വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറയുന്നു. മറിച്ച് ടീകോമിന്റെ ഭാഗം കൊണ്ടാണ് കുറ്റമെങ്കിൽ ടീകോം ഏത് രീതിയിൽ ടീകോമിൽ നിന്ന് പണം ഈടാക്കാം, ഇൻക്വയറി ചെയ്തെടുക്കാം എന്ന് വളരെ കൃത്യമായി, വളരെ ഭംഗിയായി, ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തവണ്ണം സാക്ഷാൽ VS എഴുതി വെച്ച കരാറാണ്. അങ്ങനെ നിൽക്കവേ ഈ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനുള്ള തീരുമാനം ആരുടെ താല്പര്യമാണ്? എന്തിനാണത് ഹസ്കർ? അങ്ങനെയല്ല, നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആർക്ക് നഷ്ടപരിഹാരം നൽകും? നിങ്ങൾക്ക് ലഭിച്ച മന്ത്രിസഭാ തീരുമാനത്തിലോ മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനത്തിലോ ഒരിടത്ത് പോലും ഈ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിൽ നഷ്ടപരിഹാരം ആർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഒരു ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി ശുപാർശ അംഗീകരിച്ചു, അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനല്ല. മന്ത്രിസഭാ യോഗ തീരുമാനം കൃത്യമാണ്. സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയ രൂപകൽപ്പനയും ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്ററെ നിയോഗിക്കും. അതല്ലാതെ നഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെന്നല്ല. സർക്കാരിന് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവില്ല. ടീകോമിന് നഷ്ടപരിഹാരം കൊടുത്തേ വിടുകയുള്ളൂ എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു ക്ലാരിറ്റി കുറവില്ല. എന്തിനാണത്? ചോദ്യം അതാണ്. അതല്ലേ, ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു പാർട്ടികൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കരാർ, ആ കരാറിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സ്പെസിഫിക് പെർഫോമൻസിന് ഒരു പാർട്ടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന നഷ്ടം എന്തായിരിക്കും? ഇപ്പോ ടീകോം ഇവർക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി പോകുന്നു, ഈ ലാൻഡ് വിട്ടുതരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 246 എന്ന് പറയുന്നത് നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സമുണ്ടാകും. ഞങ്ങളില്ല, ഞങ്ങൾ ഈ പണിക്കില്ല, ഞങ്ങൾ പോവാ എന്നോട് സർക്കാർ ഇങ്ങോട്ട് സമീപിക്കുക, എന്നാൽ ഈ പൈസ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഇല്ലാത്ത സ്ഥലത്ത് പൂച്ചപ്പറ്റ ഖജനാവിൽ നിന്ന് എന്തിനാ അങ്ങോട്ട് കൊടുക്കാൻ ആലോചിക്കുന്നത്? എന്തിനാ? അങ്ങനെയല്ല, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്ന് നമുക്ക് അതിൽ പറയാം. ഒന്ന്, ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ നിശ്ചയമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണത്തെ സംബന്ധിച്ച്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയെ സംബന്ധിച്ച്, അവരുടെ മൂലധനത്തെ സംബന്ധിച്ച് അവർക്ക് ആകുലതകൾ ഉണ്ടാവുമല്ലോ. ടീകോമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു തർക്കം നമുക്കറിയില്ലുണ്ടോ? അതിന്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രകാരമില്ലാത്ത ആകുലതയും വ്യാകുലതയും ധാർമ്മികതയും നമ്മൾക്കുള്ള കാര്യം എന്തിനാണ്? കരാറ് പ്രകാരം അങ്ങനെയൊന്നുമില്ല. ആകുലതകൾ ഉണ്ടാവണം വേണ്ടെന്നേ. കരാറ് പ്രകാരം തന്നെ അന്ന് എഴുതി വെച്ച, എല്ലാവരും നോക്കി എഴുതി വെച്ച സർക്കാർ ഒപ്പിട്ട VS സർക്കാരിന്റെ കാലത്തുള്ള കരാറ് പ്രകാരം ഇല്ലാത്ത വ്യാകുലത സർക്കാരിന്റെ വ്യാകുലതകളായി അവർക്ക് അനുകൂലമായി നമുക്കുണ്ടാവേണ്ട കാര്യം എന്താണ്? ആ വ്യാകുലത ആരുടെ താല്പര്യമാണ് എന്നതാണ് ചോദ്യം.